എൻ വാസു അറസ്റ്റിൽ എന്നുള്ളതാണ്. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസു ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായിരിക്കുന്നു. നേരത്തെ ഒരു തവണ ചോദ്യം ചെയ്ത് വിട്ടയച്ചതാണ് എൻ വാസുവിനെ. അതിനുശേഷം പിന്നെയും ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അറസ്റ്റിലേക്ക് പോകുന്നുണ്ടായിരുന്നില്ല SIT. എൻ വാസുവിന് അറസ്റ്റ് വൈകുന്നുണ്ടോ എന്ന സംശയങ്ങൾ ചില കോണുകളിൽ ഉയർന്നതാണ്. പക്ഷേ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഏറ്റവും നിർണായകമായ ഒരു വഴിത്തിലും ഏറ്റവും പ്രധാനപ്പെട്ട അറസ്റ്റ്, ഒരുപക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റിയേക്കാളൊക്കെ ഏറ്റവും പ്രധാനമായ ഒരുപക്ഷെ ഒരു പൊളിറ്റിക്കൽ അറസ്റ്റ് എന്ന് പറയാം എൻ വാസുവിൻ്റെ അറസ്റ്റ്. മനീഷ് മഹിപാൽ വാർത്തകൾ. മനീഷ്, എൻ വാസുവിൻ്റെ അറസ്റ്റ് പ്രതീക്ഷിച്ചതാണ്, പക്ഷേ അത് എപ്പോൾ എന്നതിൽ സൂചന ഉണ്ടായിരുന്നില്ല. ഒടുവിൽ SIT വാസുവിനെ പൊക്കുന്നു അല്ലേ? രണ്ടാമത്തെ കേസ് കട്ടളപ്പാളി കേസിലാണ് ഇപ്പോൾ എൻ വാസു അറസ്റ്റിലായിട്ടത്. ഈ കേസിൽ മൂന്നാമത്തെ പ്രതിയാണ്. 2019 അന്ന് ദേവസ്വം കമ്മീഷണർ, അതായത് എൻ വാസു നേരത്തെ ദേവസ്വം പ്രസിഡന്റായും അവിടെ സേവനം ചെയ്തിട്ടുണ്ട്, ചുമതലയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് ദേവസ്വം കമ്മീഷണറായിരിക്കെ 2019 മഹർസറയിൽ കട്ടളപ്പാളി അത് ചെമ്പ് പൂശിയതെന്ന് സ്വർണ്ണം പൂശിയതെന്ന് മാറ്റി ചെമ്പ് മാത്രമാക്കി കൊടുക്കാൻ നിർദ്ദേശം കൊടുത്തത്, അതായത് ആ സമയത്തുള്ള മുരാരി ബാബുവിന് നിർദ്ദേശം കൊടുത്ത അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ മുരാരി ബാബുവിന് നിർദ്ദേശം കൊടുത്തത് എൻ വാസു ആയിരുന്നു. അങ്ങനെ FIR-ൽ പരാമർശം ഉണ്ടായിരുന്നു. അത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എഴുതിയത് നിർദ്ദേശപ്രകാരം, ഈ പറയുന്ന എൻ വാസുവിന് നിർദ്ദേശപ്രകാരമായിരുന്നുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം എൻ വാസുവിനെ വീണ്ടും ആദ്യം ഒരു തവണ ചോദ്യം ചെയ്ത് വിട്ടതാണ്. രണ്ടാമതും ചോദ്യം ചെയ്യാൻ വേണ്ടി എൻ വാസുവിനെ വിളിച്ച് നോട്ടീസ് അയച്ചിരുന്നു. പക്ഷേ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി എൻ വാസു ഹാജരാക്കാൻ കുറച്ച് സാവകാശം നൽകി ചോദിച്ചിരുന്നു. അത് നമ്മൾ ഇന്ന് വാർത്തയായി നൽകിയതാണ്. പക്ഷേ സാവകാശം കൊടുത്താൽ ഇനി ഏകദേശം 2 ആഴ്ച മാത്രമാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിൽ പൂർണ്ണ റിപ്പോർട്ട്, ഇതിന്റെ സമ്പൂർണ്ണ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഇനി 2 ആഴ്ചക്കാലം മാത്രമാണുള്ളത്. അതിനു മുൻപേ തന്നെ ഈ കേസിലെ പ്രധാനപ്പെട്ട വ്യക്തിയാണ്, 3-ാം പ്രതിയാണ് എൻ വാസു. എൻ വാസുവിന്റെ അറസ്റ്റിന് മുൻപേ തന്നെ 6-ാം പ്രതിയായിട്ടുള്ള KS ബൈജുവിനെ കഴിഞ്ഞ ദിവസമാണ് വീട്ടിൽ നിന്നും തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. അപ്പോഴും ചോദ്യചിഹ്നമായി പ്രതിപക്ഷം അടക്കം ഉന്നയിച്ച ചോദ്യമായിരുന്നു, എന്തുകൊണ്ട് എൻ വാസുവിനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന ചോദ്യം അപ്പോഴും ഉയർന്നിരുന്നു. അപ്പോഴും എൻ വാസു ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി രണ്ടാമതും ചോദ്യം ചെയ്യൽ നോട്ടീസ്, അതായത് ഈ ഒരു അറസ്റ്റ് ഒഴിവാക്കി ചോദ്യം ചെയ്യലിൽ വിളിച്ചു വരുത്തി കസ്റ്റഡിയിലെടുത്ത ശേഷം പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തും. അങ്ങനെ സ്വാഭാവിക നടപടികളിലേക്ക് നീങ്ങാമെന്നായിരുന്നു SITയുടെ നീക്കം. പക്ഷേ എൻ വാസു അത് മുന്നിൽ കണ്ടുകൊണ്ട് നേരത്തെ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി അന്വേഷണ സംഘത്തിന് മുൻപിൽ രണ്ടാമത് ഹാജരാകാതെ നിന്ന ഘട്ടത്തിലാണ് SIT ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നത്. നാടകീയമായ നിലവിൽ എൻ വാസുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനെ ഈഞ്ചക്കല്ല് ഓഫീസിലേക്ക് കൊണ്ടുവരുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അങ്ങനെയാകുമ്പോൾ ഈ കേസിലെ എല്ലാ പ്രതികളും, ഏകദേശം ഈ കേസിലെ ഇപ്പോൾ 5 ഉദ്യോഗസ്ഥർ അറസ്റ്റിലാകുന്നു. 1 ഈ കേസിലെ അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, 2 KS ബൈജു, 3 ഇതുമായി ബന്ധപ്പെട്ട സുധീഷ് കുമാർ, ഇപ്പോൾ 4-ാമത്തെ ആളാണ് എൻ വാസു. ഇനി ഇനി അറസ്റ്റ് രേഖപ്പെടുത്താനുള്ളത് അന്നത്തെ ദേവസ്വം സെക്രട്ടറി ആയിട്ടുള്ള ജയശ്രീയുടെ അറസ്റ്റ് കൂടിയാകുമ്പോൾ ഉദ്യോഗസ്ഥരുടെ എണ്ണം 5 ഉദ്യോഗസ്ഥരാകും. അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂട്ടിയാൽ 6 പ്രതികളാണ്. മൊത്തം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ 2 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 2 FIR പ്രകാരം ഈ പറയുന്നവരെല്ലാവരും പ്രതികളാണ്. അതിൽ പക്ഷേ 2-ാമത്തെ FIR-ൽ ഈ പറയുന്ന പേര് വിവരങ്ങൾക്ക് പകരം അവർ വഹിച്ചിരുന്ന ചുമതലകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിൽ 2 കേസിലും 8-ാം പ്രതി ദേവസ്വം അതായത് ദേവസ്വം ബോർഡ് ഭരണസമിതിയാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് എൻ പത്മകുമാർ 2019 ദേവസ്വം പ്രസിഡന്റായിട്ടുള്ള എൻ പത്മകുമാറിലേക്ക് കൂടി അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ നീങ്ങുമോ എന്ന് നമ്മൾ കണ്ടത്. പക്ഷേ അതിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇത് എൻ വാസുവിനെ കൊണ്ട് ഒതുക്കി ഈ കേസിലെ സമ്പൂർണ്ണ റിപ്പോർട്ട് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന് മുന്നിൽ സമർപ്പിക്കാനായിരിക്കും SITയുടെ നീക്കം. ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ അന്താരാഷ്ട്ര വിഗ്രഹമോഷണക്കടത്ത് സംഘവുമായിട്ടുള്ള ബന്ധം അന്വേഷിക്കണമെന്ന് SITക്ക് ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട്. അത്തരത്തിലൊരു അന്വേഷണം സമാന്തരമായി നടക്കുമ്പോഴാണ് ഇതാ നാടകീയമായി ഈ കേസിൽ 2019 ദേവസ്വം കമ്മീഷണറായിട്ടുള്ള എൻ വാസുവിന്റെ അറസ്റ്റ് SIT നീക്കുന്നു എന്ന വാർത്ത പുറത്തു വരുന്നത്. എന്താണെങ്കിലും ഇത് ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യമാണ്. ഈ കേസിൽ ഇനി നാളെ മറ്റന്നാളുമായിട്ടാണ് മുരാരി ബാബു അടക്കമുള്ള ആളുകളുടെ കസ്റ്റഡിയിൽ വീണ്ടും അവസാനമായി ഒരു തവണ കൂടി ചോദിച്ചു വാങ്ങിയാൽ ഇനി ഈ കേസിൽ 6 പ്രതികളെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു നിർണായകമായ ഘട്ടത്തിലേക്ക് അന്വേഷണം എന്താണ്. അന്വേഷണം അതിന്റെ അവസാന ഘട്ടത്തിലെത്തിയതിന്റെ ഏറ്റവും വലിയ സൂചനയാണ് എൻ വാസുവിന്റെ അറസ്റ്റ്. സർക്കാരിനടക്കം വലിയ സ്വാധീനമുള്ള ഒരു വ്യക്തി തന്നെ 2 തവണ ദേവസ്വം പ്രസിഡന്റ് ആകുന്നു, അതും പിന്നീട് ദേവസ്വം കമ്മീഷൻ ആകുന്നു. അങ്ങനെ ശബരിമലയെ ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും വലിയ സ്വാധീനമുള്ള വ്യക്തിയാണ് എൻ വാസു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുരാരി ബാബുവിന്റെ മൊഴിയാണ് എൻ വാസുവിനെ കുടുക്കിയത്. ആദ്യഘട്ടങ്ങളിൽ ഈ വാർത്ത പുറത്തു വന്ന സമയത്ത് ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്നപ്പോൾ താൻ നിരപരാധിയാണെന്നും ഏതു തരത്തിലുള്ള അന്വേഷണവും നേരിടാൻ തയ്യാറാണെന്നും വലിയ ആത്മവിശ്വാസത്തോടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കിയ ആളാണ് എൻ വാസു. പക്ഷെ പിന്നീട് ആത്മവിശ്വാസമൊന്നും ഇല്ലാതാവുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.